ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ കസിൻ ചേച്ചി ഇവിടെ പോവാട്ടോ, ബാംഗ്ലൂരിൽ പോവാണ്. അപ്പോൾ ഞാൻ ഓർത്തു അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാൻ ചേച്ചിക്ക് ഒരു കവറിനകത്ത് നിറച്ച് മുട്ടായി കൊടുക്കാൻ വേണ്ടി അവരുടെ വീട്ടിൽ പോവാട്ടോ. എൻ്റെ ഈ ഡ്രസ്സ് എങ്ങനെയാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ ഗൈസ്, നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഗൈസ്. അപ്പോൾ ഞാൻ പോകുന്നത് ഒരു കാടും മലയും ഒക്കെ താണ്ടിയിട്ടാണ്. ഇതൊരു റബ്ബർ തോട്ടമൊക്കെ കാണും. പക്ഷേ റോഡുണ്ട്. എൻ്റെ അഹങ്കാരത്തിന് ഞാൻ ഈ വഴി കൂടെ പോകുന്നതാണ് ഗൈസ്. എൻ്റെ അഹങ്കാരം കൊണ്ട് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാൻ പോവാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇവിടെ എല്ലാം കാട്, അതുകൊണ്ട് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതാ ഗൈസ്, ഫൈനലി നമ്മൾ റോഡിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നല്ല വെയിലായിരുന്നു, ഉച്ചമണ്ടയ്ക്ക്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ കാടും മലയൊക്കെ താണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും, എൻ്റെ കസിൻ്റെ പേര് ഞാൻ പറയാം. ഇതാണ് എൻ്റെ പുതിയ ചെരുപ്പ്. എൻ്റെ കസിൻ്റെ പേര് റിയ എന്നാണ്. ഞങ്ങൾ വീട്ടിൽ ഞങ്ങളുടെ ഓമന പേരാണ് റിയ. ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്നത് റിയ എന്നാണ് ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്നത്. ശരിക്കത്തെ പേര് അക്സ എന്നാണ് കേട്ടോ. മൊത്തത്തിൽ തിരിഞ്ഞു പോയി. അക്സ എന്നാണ്. അക്സ ഷിബു ആണ്. നിങ്ങൾക്ക് ഷിബുവിനെ അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. എണ്ണിക്കാട് സ്വദേശിയാണ് നമ്മുടെ ഷിബുച്ചാൻ. എൻ്റെ വല്യപ്പയാണ്. പിന്നെ എൻ്റെ അങ്കിളാട്ടോ. ഞാൻ വല്യപ്പ എന്നാണ് വിളിക്കുന്നത്. എൻ്റെ അങ്കിളാണ്. അപ്പം ഞാൻ ആ ചേച്ചിക്ക് മുട്ടായി കൊടുക്കാൻ പോവുകയാണ്. എൻ്റെ കസിന് മുട്ടായി കൊടുക്കാൻ പോവുകയാണ്. എൻ്റെ റിയ ചേച്ചിക്ക് ഞാൻ മുട്ടായി കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ ചെരുപ്പ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ ഗൈസ്. അപ്പം ഞാൻ അവിടെ എത്താറായപ്പോൾ ഞാൻ ഇങ്ങനെ പിന്നെ പെയ്യെ പോയി. പിന്നെ ഞാൻ അവിടെ നിന്ന് ഓടിയിട്ടാട്ടോ. ഒരു സമയം പോയി, 2:30 ആയല്ലോ. സമയം പോയെന്നും പറഞ്ഞിട്ട് ഞാൻ ഓടുന്ന കാഴ്ചയായിരുന്നു നിങ്ങൾ നേരത്തെ കണ്ടത്. അങ്ങനെ ഞാൻ ഓടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം ഞാനൊന്ന് പെയ്യെ നടക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പോകരുത്, ഞാൻ മുട്ടായും കൊണ്ട് വരുന്നുണ്ടെന്നൊക്കെ. അതുകൊണ്ട് പോകത്തില്ലെന്നുള്ള വിശ്വാസത്തിൽ ഞാനങ്ങ് പിന്നെ പെയ്യെ പോയി. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഓടി ഗൈസ്. ആ കട നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ എന്നും സാധനം മേടിക്കാൻ വരുന്ന കടയാണ് ഇത്. അപ്പം അവിടെ നിന്നൊക്കെ ഓടുവാണ്. ഓടി എനിക്കെൻ്റെ മേലായി. ഞാൻ ഓടി ചത്തുപോയി. എന്നിട്ട് ഞാൻ എത്താറായി. നമ്മുടെ സ്റ്റോപ്പ് എത്താറായി എന്നൊക്കെ പറയുന്ന പോലെ എത്താറായി. എന്നിട്ട് ഞാൻ താഴോട്ട് ഇറങ്ങിപ്പോകുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്കൈ ഒക്കെ എങ്ങനെയുണ്ട്, നല്ല രസമല്ലേ? അത് എൻ്റെ ഒപ്പാപ്പിയുടെ വീടാട്ടോ നിങ്ങൾ കണ്ട. എൻ്റെ അങ്കിളിൻ്റെ വീടാണ് അത്. ഫോട്ടോ പോയിട്ടില്ലെന്ന് മനസ്സിലായപ്പോൾ ഒരു സമാധാനമുണ്ട്. അവിടെ ഉണ്ട്, അവരൊക്കെ അലക്കുന്നുണ്ട്. അപ്പോൾ ആ ശബ്ദം നമുക്ക് കേൾക്കാമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ കണ്ണെല്ലാം വിളി വന്നു, അവരോട് സംസാരിക്കട്ടെന്ന് പറയും. പൈനാപ്പിളിൽ നിന്ന് ഇങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ബൈ ഗായ്സ്.